സാങ്കേതിക വിദ്യയിലെ മാറ്റം പേടിപ്പെടുത്തുന്നതാണെന്ന് ഗായിക KS ചിത്ര പറയുന്നു. മരിച്ച ആളുകളെ പോലും കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മകളുടെ മരണശേഷം ദുബായിലേക്ക് യാത്ര ചെയ്യാൻ മടിയായിരുന്നുവെന്നും ചിത്ര ദുബായിൽ പറഞ്ഞു. പാട്ടിലും സിനിമയിലുമൊക്കെ നിർമ്മിത ബുദ്ധി അടക്കമുള്ള സാങ്കേതിക വിദ്യകളുടെ വരവിനെ കുറിച്ചാണ് വാനമ്പാടിയുടെ ആശങ്ക. പക്ഷേ മാറ്റങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറയുന്നുമില്ല. ആകെ എത്ര പാട്ടുകൾ പാടിയെന്ന് ചോദിച്ചാൽ ചിതലരിച്ച പാട്ടുപുസ്തകങ്ങളെ ഓർമ്മ വരും. വീട് മാറിയ സമയത്ത് കുറെ ബുക്ക് ചെതല് പിടിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല. പകരം വെക്കാനില്ലാത്ത മലയാളിയുടെ വാനമ്പാടിയായി മാറിയിട്ടും ഇത്രയ്ക്ക് വിനയവും നിഷ്കളങ്കതയും എന്തിനെന്ന് ചോദിച്ചാൽ താൻ അത്രയ്ക്ക് റിച്ചല്ലെന്നാണ് KS ചിത്ര പറയുക. ഭയങ്കര ഒരു റിച്ച് ആയിട്ട് അങ്ങനത്തെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളല്ല. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു ചിട്ടയോടുകൂടി വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ടായിരിക്കാം. പിന്നെ അച്ഛൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഒരിക്കലും അഹങ്കാരം വരരുത്, അഹങ്കാരം വന്നു പോയാൽ പിന്നെ നിന്റെ പതനമാണതെന്ന് പറയാറുണ്ട്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് KS ചിത്ര ദുബായിലെത്തുന്നത്. മകളുടെ മരണശേഷം ദുബായിലേക്കുള്ള യാത്ര ഒഴിവാക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ബാഡ് ഫേസ് നടന്നത് ഇവിടെയായിരുന്നു. അപ്പൊ കുറച്ച് നാൾ എനിക്ക് ദുബായോടൊരു വരണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പക്ഷെ ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം, അവരുടെ എന്താ പറയണ്ട, വീണ്ടും വരണം എന്നുള്ള, അങ്ങനെയാണ് ഞാൻ അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് വന്നതാണ് രണ്ടാമത്. ശനിയാഴ്ച ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന ലൈവ് മ്യൂസിക്കൽ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ചിത്ര ദുബായിലെത്തിയത്. സ്റ്റീഫൻ ദേവസിയും രാജേഷ് ചേർത്തലയുമടക്കം സംഗീതജ്ഞരും ഗായകരുമായ നിരവധി പേർ അണിനിരക്കുന്നതാണ് ലൈവ് മ്യൂസിക്കൽ പരിപാടി. മലർകൾ കേട്ടേൻ വനമേ തന്തനേ, തണ്ണീർ കേട്ടേൻ അമൃതം തന്തനേ, മലർകൾ കേട്ടേൻ. മാതൃഭൂമി ന്യൂസ്, ദുബായ്.